പെണ്ണെ പെണ്ണ് ചായത്തില്ലേണ്ടോ എന്തോ നേരത്തറിയായി പെണ്ണ് ചായത്തില്ലേതോ എന്തെല്ലാം കാണിച്ചോണ്ടിരിക്കണോ നീ ചായത്തില്ലേന്നെ ചായത്തില്ലേ ഇല്ലമ്മ ഇട്ടില്ല എന്തെല്ലാം കാണിച്ചോണ്ടിരിക്കുന്ന മണിയാലായി ഇത്ര നേരമായി നീ ചായത്തായി അമ്മ അതിന് മണി എത്ര ആയി നീ ഇത്ര നേരം എനിക്ക് ചായത്തില്ലേ മണി 2 അല്ലേ ആയുള്ളൂ 3 മണിയാകുമ്പോ ചായ കിട്ടിയാ മണി 2 ആയുള്ളൂ അമ്മ അവിടെ നിങ്ങൾ അവിടെ 2 മണിയായില്ലേ അമ്മ വിശക്കണം എന്ന് പറയാനേ നിങ്ങൾ ഇപ്പോഴല്ലേ മരിച്ചീനി മീനും ചോറും തിന്നത് ആണോ ഇപ്പോഴാണോ തിന്നത് ഇപ്പോഴാണോ കുറച്ചേരം ഇപ്പോഴല്ലേ തിന്നോളൂ അത് തന്നെ തിന്നിട്ട് കുളിച്ച സമയമല്ലേ ഉള്ളൂ ആണാ അമ്മ തിന്നിട്ട് കുളിച്ചതേ ഉള്ളുവോ കുളിച്ചിട്ടില്ല അമ്മ നിങ്ങൾ ആഹാരം അമ്മ ആഹാരം കഴിച്ചിട്ട് കുളിച്ചതല്ലേ ഉള്ളൂ ഇപ്പോ ആണോ അല്ലയോ പിന്നെ എന്തിനാണ് അമ്മ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഒന്നും തിന്നില്ല വിശപ്പുണ്ട് ഇത് എന്തോന്ന് സംസാരമാണ് സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ട എന്തിനു വിചാരിക്കൂല ഈ ഇവിടെ നിങ്ങൾ ഈ കിടന്ന് വിളിക്കണ എല്ലായിടവും കേട്ടോണ്ടിരിക്കുകയല്ലേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ നമ്മള് ഫോട്ടോ പിടിക്കണില്ലേ ഫോട്ടോ അതിനെല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ അത് ചെയ്തോണ്ടിരിക്കുന്നു വീഡിയോ എടുക്കുന്ന നീ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാങ്ങ അതൊക്കെ പിന്നെ ചെയ്യാം അമ്മ ഇത് ഒരു സമയമുണ്ടമ്മ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റൂല ഇതൊക്കെ പിന്നെ പിന്നെ ചെയ്യാതെ മണി 2 ആയോളമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാം അമ്മ ചായ ഇട് മണി 2 ആയില്ലേ 2 അല്ലേ ആയോളൂ 2 മണി ആയില്ല അതിന്റെയൊക്കെ തിളച്ചു വരാൻ നേരത്ത് ഒരു ഇത്തുപൂരം ചായ തിളച്ചു വരാൻ എത്ര നേരം വേണോ അമ്മ ആ പാലത്തറി തിളച്ചു വരുമ്പോ തന്നെ ഒരു നേരമാവും എത്ര നേരം ഒരു ഇത്തുപൂരം പാല് 3 ഗ്ലാസ് പാല് തിളച്ചു വരാനാ എത്ര നേരം വേണം വലിയ വയ്ക്കാൻ നേരത്തെ കളയ്ക്കൂ ഗ്യാസിലല്ലേ വയ്ക്കണത് പെട്ടെന്ന് തിളച്ചു വരൂലേ നീ ഇങ്ങോട്ട് ഞാൻ പറയാൻ ഇങ്ങോട്ട് ഇറക്കി വാ വീഡിയോ എടുക്കട്ടമ്മ ഫോട്ടോ എടുക്കട്ടെ ആ ഫോട്ടോ എടുക്കണൊക്കെ പിന്നെ എടുക്കാം നീ വീഡിയോ എടുക്കണൊക്കെ പിന്നെ എടുക്കാം അതൊക്കെ പിന്നെ ആവട്ടെ ചായ വേണം അവിടെ ഇരിക്കും ഞാൻ ദാ വരണം ഇരിക്കും പോയി ഇപ്പൊ ഇട്ട് കൊടുത്താ ഒരു മണിക്കൂർ കഴിയുമ്പോ വീണ്ടും ഞാൻ ചായ കൊടുക്കണം കറക്റ്റ് കൃത്യം ചായക്ക് സമയമാകുമ്പോ വീണ്ടും ചായ ഇട്ട് കൊടുക്കേണ്ടി വരും ചെയ്യാനെന്ന് പറയണേ ഒരു നേരം വെറുതെ ഇരിക്കാനേ സമ്മതിക്കൂല നന്ദേ നിനക്ക് വെള്ളം വേണോ തന്ത്രാന്റെ അടി കയറിയിരിക്കണ ഈ എന്തെങ്കിലും വേണോന്നും പറഞ്ഞിട്ട് ഈ അപ്പ തിന്നാൻ കൂടെ അമ്മേ അമ്മ നിങ്ങൾ ഇപ്പോഴല്ലേ കഴിച്ചതമ്മ എന്നിട്ട് 4 മണിയാകുമ്പോ വീണ്ടും ആഹാരം വേണമെന്ന് 4 മണിയാകുമ്പോഴും ചായക്കില്ല ഇപ്പൊ 2 മണി ആയില്ലേ ഇപ്പൊ തിന്നതല്ലേ ഉള്ളൂ കുടിക്കാൻ നേരത്ത് 1 മണി ആവൂലേ ഇപ്പൊ ആഹാരം കഴിച്ചതല്ലേ ഉള്ളൂ അപ്പൊ ഇപ്പൊ വീണ്ടും ആഹാരം കഴിച്ചു അപ്പൊ ഞാൻ ഇനിയിപ്പൊ എന്തിനു എവിടെ പോയി വാങ്ങിക്കാൻ ഇപ്പൊ തിന്നാൻ വേണോന്ന് പറഞ്ഞാ ഞാൻ എന്തിനാ ഈ വീട്ടിലുള്ള നിങ്ങൾക്ക് ചോറ് തന്നാ ചോറ് വേണോ ചോറ് വേണ്ട പിന്നെന്തിനു വേണം എനിക്ക് ചോറ് വേണ്ട പിന്നെന്തിനു ഞാൻ തിന്നാൻ തരാൻ ഇല്ല മരിച്ചിനിയൊന്നും ഇല്ല മരിച്ചിനിയല്ലേ ഉച്ചക്ക് തന്നത് കടയിൽ എന്തെങ്കിലും മാറ്റോളൂ എന്റെ മാപ്പിളയുടെ പറഞ്ഞേ അവന്റെ കൂടെ പറഞ്ഞു മോൻ്റെ പറഞ്ഞേ ആ മോനെ കൊച്ചിനെ കടയിൽ പറഞ്ഞു വിടാനാ അവൻ കടയിലേക്ക് എന്തെങ്കിലും മാറ്റോളൂ എന്തിനു വാങ്ങിച്ചോണ്ട് വരാൻ കട അങ്ങ് പോണം
മാപ്പിളക്ക് വേറെ പണിയുണ്ടമ്മ. മാപ്പിളക്ക് നിങ്ങളെ പറയാൻ നടക്കലല്ല ജോലി. നിങ്ങൾ അങ്ങോട്ട് പറ, നിങ്ങളെ മോന്റെയില് പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറ. കേക്കോ നോക്കാറില്ല. നിങ്ങൾക്ക് അപ്പോഴപ്പോഴേ ഓരോന്ന് വേണം വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അനുസരിക്കും പോലെ നിങ്ങളെ മോൻ അനുസരിക്കൂ? എനിക്ക് മനതില്ലമ്മ ഇപ്പം. എനിക്കിപ്പൊ പോവാൻ മനതില്ല. നേരെ വെളുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ആ മനുഷ്യന് തേരാപ്പാര ഓരോ ജോലിയും ചെയ്തോണ്ടിരിക്കുന്ന നിങ്ങൾ കാണണേയില്ലേ? കാണുന്നുണ്ടാ? നീ കാണുന്നുണ്ടാന്ന്? കാണുന്നുണ്ടാ? കാണുന്നുണ്ടാന്ന്? അപ്പൊ ഞാൻ ചായ ഇടണില്ല. ഞാൻ ചോദിക്കണേന്റെ മറുപടി ഒന്നും പറയണില്ലല്ലോ. നിങ്ങളിപ്പോ പട്ടികളെ കൊണ്ടുവന്ന് കെട്ടിയിട്ടല്ലേ നടക്കണ? അതുകൊണ്ട് അവൻ നടക്കണ? അതുകൊണ്ട് അവൻ നടക്കണം. ഞാനല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ പാപ്പ മാങ്ങ വരുമ്പോ പോയി പാപ്പും കൂടെ വാങ്ങിച്ചോണ്ട് വരണോ? അവനെ വാങ്ങിച്ചോണ്ട് വരും, അല്ലെങ്കിൽ വാങ്ങിക്കാണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്താണ്ട് മോൻ നിക്കല്ലേ, മോന്റെ പറ എടാ ഇത്തിരി വാങ്ങിച്ചോണ്ട് വരാൻ പറ. ഇത്തിരി വാങ്ങിച്ചോണ്ട് വാ. ഇപ്പൊ ഈ രണ്ട് പിള്ളേരെ കൊണ്ട് ശല്യമില്ലല്ലോ അമ്മ. ഉച്ചക്ക് രാത്രിയെ ചൊറയുന്നോളൂ. അമ്മ ഞാൻ ചോദിക്കട്ടാ, ഇവിടെ രണ്ട് കൊച്ചുങ്ങളുണ്ട്, അവരെ കൊണ്ടൊരു ശല്യവും ഇല്ലല്ലോ അമ്മ. അവര് മിണ്ടാതെ ഒരു അറ്റത്തിരിക്കുവല്ല ഉള്ളതും കൊടുത്തോണ്ട്. ഇപ്പൊ ഇത് കോമഡി ഇതല്ല, ഇതിപ്പോ കാണുന്നവരുടെ കമന്റ് ആണ് ബഹുവിശേഷം. പാവല്ലേ അമ്മ, പറഞ്ഞതല്ലേ ഒന്ന് പാപ്പം വാങ്ങിച്ച് കൊടുത്തൂടായോ? ആ അമ്മയുടെ പൈസയല്ലേ, അച്ഛന്റെ പൈസയല്ലേ, കുടുംബ സ്വത്ത്. ഇപ്പൊ നേരത്തെ പറയും, ഈ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നേരം വിളിച്ചത് തന്നെ പറച്ചില്. 10 മണിയാകുമ്പോ പറയും അപ്പം പോയി പാപ്പം വാങ്ങിച്ചു കൊടുക്കും. ഇതിപ്പോ 2 മണിക്ക് പറഞ്ഞു ഇപ്പൊ പാപ്പം വാങ്ങിച്ചു കൊടുക്കും. ഇനി അടുത്ത 4 മണിക്ക് വീണ്ടും പറയും പാപ്പം വാങ്ങിക്കാൻ. ഇത് തന്നെ തൊഴില്. അതുകൊണ്ടാണ് പറയണ. പിന്നെ ഇതെല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. ക്യാമറമാനിന്റെ അവൈലബിലിറ്റി ഇല്ലെന്നേ, ക്യാമറമാൻ ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. പാപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പറയുന്നതിനും ചെലവില്ല, ചോദിക്കുന്നതിനും ചെലവില്ലല്ലോ. ചായ വേണ്ടല്ല? ചായ വേണം. ഇപ്പൊ 2 ആയുള്ളൂ. പിന്നെ 4 മണിക്ക് ഇടാമ്മ. 4 മണിക്കല്ലേ ചായയുടെ സമയം, 4 മണിക്ക് ഇടാം. എന്ന് നമ്മള് 4 മണിക്ക് കുടിച്ചോ? എന്നും അമ്മ നമ്മൾ എന്നും 4 മണിക്കല്ലേ ചായ കുടിക്കണ? എനിക്കിപ്പോ ചായ നോക്കി മതി, അല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ കുടിച്ച 4 മണിക്ക് ചായ വേണമെന്ന് പറയൂലല്ല? 4 മണിക്ക് ചായ വേണമെന്ന് പറയൂലല്ല? 2 മണിക്കിടാം. 4 മണിക്ക് പറയൂ. അതെന്തൊരു എന്ന് ഞാൻ 4 മണിക്ക്. നിങ്ങൾ പലരും ഇപ്പൊ ചിന്തിക്കുമായിരിക്കും, അവള് പ്രൊവോക്കേറ്റ് ചെയ്തിട്ടല്ലേ ദേഷ്യപ്പെടുന്നത്, അവള് പ്രൊവോക്കേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടല്ലേ ദേഷ്യപ്പെടുന്നത്, അവളല്ലേ എങ്ങനെ ആക്കുന്നത് എന്നൊക്കെ പലർക്കും തോന്നാം. അങ്ങനെയൊന്നും അല്ല. വാശി വന്ന വാശി തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് തേയിലയോ ചായയോ ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്ന വീഡിയോ സംസാരങ്ങൾ, എപ്പോഴും ചായ കുടിക്കുള്ളൂ, തേയില കുടിക്കുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാരും പറയും അങ്ങ് ചോദിച്ച അങ്ങ് ഇട്ട് കൊടുത്താൽ എന്ത് പാടെന്തെന്ന്. ഇത് ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക അങ്ങ് ഇട്ട് കൊടുത്തൂടെ, അത് വലിയ ചെലവൊന്നും ഇല്ലല്ലോ എന്ന്. ഒരു ദിവസം കുറഞ്ഞൊരു 12 തവണയെങ്കിലും ഇടാൻ പറയും. ഇതുപോലെ ഇടാൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഇതുപോലെ ദേഷ്യപ്പെടും. ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത് വേറെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പൊന്നും നമുക്ക് കാണിക്കാൻ പറ്റൂല. വേറെ നെക്സ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന്. അത് നമുക്ക് കാണിക്കാൻ പറ്റൂല. അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ നമുക്കത് കാണിക്കാൻ പാടില്ല, വയലേഷൻ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോണില്ല, ഇതിലങ്ങ് നിർത്തി ചായ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നോ ഇന്നലെയോ റിക്കവർ ചെയ്ത സിറ്റുവേഷൻസ് അല്ല.
ഇതൊക്കെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് തരണം ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇതുമായിട്ട് നല്ല അഡ്ജസ്റ്റബിൾ ആണ്. കസേര പതുക്കെ സ്റ്റൂള് നീക്കി വെക്കണം, അങ്ങോട്ടാണ് ഇരിക്കണതേ. ഇനി ചായ ഇട്ട് കൊടുക്കുമ്പം നല്ല ഹാപ്പി മൂഡായിരിക്കും. അതായത് എന്ത് നടത്തിയും സ്വന്തം കാര്യം നടക്കണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് അമ്മയ്ക്ക്. ഇവിടെ നമുക്കിപ്പോ വയ്യായികയുണ്ടോ, നമുക്ക് പറ്റില്ലയോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ ആണോ, അതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. കാര്യം എന്താന്ന് വെച്ചാൽ അത് അപ്പം അങ്ങ് നടക്കണം. ഇനിയിപ്പോ കുഴപ്പമില്ല, 2 മണി ആയാലും 4 മണി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ചായ ഇട്ട് വരുമ്പോ എന്തായാലും 10 മിനിറ്റ് എടുക്കുമല്ലോ. അപ്പൊ പിന്നെ സമയം 3-4 മണിയാന്ന് പറയാം. എന്തായാലും ചായ ഇടണമല്ലോ. അപ്പം ഇനി ചായ ഇട്ടിട്ട്, ചായ അടുപ്പത്തിരിക്കുന്നതേ ഉള്ളൂ, ചായ ഇട്ടിട്ട് ചായ ആയിട്ട് വരാവേ. ചായ ഇട്ടില്ലേ, കൂടെ വന്നിരിക്കുന്നില്ല. ചായ അടുപ്പത്തിരിക്കുന്നതേ ഉള്ളൂ അമ്മ. നീ ചായ ഇട്ടില്ലേ? അടുപ്പത്തിരിക്കണമെന്ന്. ഇവിടെ വന്നിരിക്കുന്നേ തിരി. അത് തിളക്കിട്ട്, തേയിലേക്ക് ഇട്ടിരിക്കുന്ന തിളക്കിട്ട്. നീ ഇവിടെ തിളക്കുമ്പോ എടുക്കാം. എന്തൊരു മക്കളെ മക്കളെ വീഡിയോ എടുക്കാനാ, മക്കളെ സംസാരം അങ്ങോട്ട്. ഹലോ ഗൈസ്, ഇന്ന് അംഗൻവാടി പോയില്ല എന്നൊക്കെ പറ. അല്ല ഗൈസ്, ഞാൻ അംഗൻവാടിയിലും അംഗൻവാടി പോയില്ലെങ്കിൽ അംഗൻവാടി കൊണ്ടുപോകും. ഇന്ന് പോയില്ലല്ല, ഇന്ന് പോണ്ടല്ല അംഗൻവാടി. അവര് ഇവിടെ പാടി അംഗൻവാടിയിൽ നിന്ന് ആക്കിയില്ല, നാളെ ആക്കും അല്ലേടി? നാളെ വീട്ടിൽ കരയില്ല, കരഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കും. വകുപ്പ് എടുക്കട്ടെ അമ്മ, ഉടക്കെടുക്കട്ടെ. പോയി കുഞ്ഞി, കുഞ്ഞോ ഉടക്കത്തില്ലെങ്കിൽ തലയാത്തറി ഇനി പാടി അവിടെ പൊട്ടി കേട്ടാ. ചെയ്തതാണ് കേട്ടാ വിള്ളലൊന്ന്. പിന്നെ ആയില്ലേ? ഏപ്രിലാവാൻ പോണ്. കഴിഞ്ഞ കിട്ടൂലേ? എപ്പോഴ്? വിഷുവിന്. എനിക്കറിയായിരുന്ന ആരും തരൂലേ? എനിക്ക് ഇവിടെ ആരെയും തരൂലേ. നേരത്തെ ആരും തരൂലായിരുന്നാ? നേരത്തെ തരണവരൊക്കെ അവരൊക്കെ പോയത്. ആര് തരുമായിരുന്നു? അവരൊക്കെ 5 തരുമായിരുന്നു. അവരൊക്കെ വരും. ആര് തരും? തരുവോ? ആര് അമ്മ തന്നോണ്ടിരുന്ന? ആര്? ഉള്ള പാർട്ടിക്കാരായിരുന്നു. ഏത് പാർട്ടിക്കാര്? അവരൊക്കെ പോയി, അവരൊക്കെ വിറ്റ് ഇറക്കിയിട്ട് ഓ, ഇവിടെ അപ്പുറം ഇപ്പുറം ഉള്ളവരാ? അവര് കൈനീട്ടം തരുമായിരുന്നാ? തന്നെ? എത്ര രൂപ തരും? 5 രൂപ തരുമായിരുന്നു. 5 രൂപ തരുമായിരുന്നാ? ഞാൻ തരുമല്ലോ കൈനീട്ടാ. നിങ്ങള് എവിടെ തരുന്ന? ഞാൻ കഴിഞ്ഞ വർഷം അതിന്റെ അങ്ങേ വർഷമൊക്കെ തന്നല്ല. പൊങ്കാല ഉടനെ ഉണ്ട്. ഇനി തണ്ണിപ്പറമ്പ് പൊങ്കാലയുണ്ട്. ഞാൻ തണ്ണിപ്പറമ്പ് പോവല്ല. അത് ഇപ്പൊ വിഷുവിന്റെ അടുത്ത് തന്നെ, വിഷുവിന്റെ ആ സമയത്ത് തന്നെ. വിഷു വന്ന് 14-ാം തീയതി. നമ്മക്ക് തന്നെ ആരും ഇല്ലാത്ത. ആരും പറഞ്ഞമ്മ ആരും ഇല്ലാന്ന്. ഇപ്പൊ എന്തുമാത്രം ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെന്നറിയാം. അത് അവർക്ക് എന്ന് വരാൻ പറ്റുമോ? ഈ പറഞ്ഞ കണക്ക് എന്നും ഇപ്പൊ ഓടി ഉമ്മയെ സുഖാണോ, ശോഭനമ്മയെ സുഖാണോന്ന് ചോദിച്ചാൽ അവർക്ക് വരാൻ പറ്റുമോ? ഇവിടെ അപ്പുറം ഇപ്പുറം ഉള്ളവരൊന്നും അല്ലല്ല അമ്മ, ഇത് ദൂരെയുള്ള ആൾക്കാരൊക്കെ അല്ലേ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നത്. കൈനീട്ടം കിട്ടിയാ നിങ്ങൾക്ക് എന്തിനു വാങ്ങണം? ചായ വെച്ച് കുടിക്കും. ചായ എന്ന് ഞാൻ ഇവിടെ ഇട്ട് തരുമല്ല. ഞാൻ പോയി ചായ ഒഴിച്ചോണ്ട് വരട്ടെ. ഇവിടെ പലഹാരമില്ല. പലഹാരം ഇല്ലേ? എവിടാ കെട്ടണ? എവിടെ കെട്ടണ? ആര് കെട്ടണ? പലഹാരം നിങ്ങൾക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കിട്ടണില്ലേ? ഇവിടുന്ന് കെട്ടണ. ഇവിടുന്ന് പോരെ, പിന്നെ എല്ലാവർക്കും അവരവരെ വീട്ടിൽ നിന്നേ കിട്ടുള്ളൂ അമ്മ. അമ്മ ആരും വാങ്ങിച്ചൊന്നും തിന്നൂല, എല്ലാരും വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കഴിക്കണത്. നിങ്ങളിത് എന്തോന്ന് പറയണത്? അമ്പലംകോട്ടുന്ന് ആണായി കൊണ്ടുവരുമായിരുന്നു വിഷുവിന്.
ആരമ്മ? നിങ്ങളാ അനിയൻ. എന്റെ അനിയനാ? ഇന്നാള് കൊണ്ടുവന്ന. ഓ അത് എന്റെ അനിയനല്ലമ്മ, അത് ചേട്ടനാണ്. ചേട്ടനെ ഓ അന്ന് കൊണ്ടുവന്നപ്പം ഇവരെ എല്ലാരും പറഞ്ഞപ്പം പിന്നെ മാറ്റി. അത് നിങ്ങൾ അന്ന് പൈസ കിട്ടി ഇറങ്ങി കടയിലൊക്കെ പോവുമായിരുന്നല്ലോ, അതുകൊണ്ടാണ് സമ്മതിക്കാത്ത. നമ്മളെ പൈസ കൊണ്ട് തീർത്ത കടയിൽ വല്ല വാങ്ങിക്കണമെന്ന് വെച്ചാ കടിയെന്ന് മനസ്സിലേ. കടി അവിച്ച മരിച്ചിനുണ്ട്, ഞാറ്റുപുരം അവിച്ച മരിച്ചിനെ എടുക്കാം. ഞാനേ ഇച്ചിരി മരിച്ചിനി അവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ കറക്റ്റാണ്, അവിച്ച മരിച്ചിനി ഉണ്ടായിരുന്നത്. ആശാട്ടി കാണുകയും ചെയ്തു. അപ്പൊ അതാണ് അവിച്ച മരിച്ചിനിയിൽ പിടിച്ചത്. അപ്പം ചായയോടെ അതും കൂടെ കൊടുക്കാം. കുറച്ചേ ഉള്ളൂ, ഒരുപാടില്ല. കൊള്ളാം. ഇത് മനസ്സിലായി കാണുമല്ലോ, മുളകും ഉപ്പും എണ്ണയും കൂടെ കുഴച്ചത്. ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല. ഈ ഉള്ളത് തന്നെ പിള്ളേർക്കും കൊടുക്കണം, അമ്മയ്ക്കും കൊടുക്കണം. കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞീ ഇനി വാ, ഒരു പണ്ടം തരാം. ചായ കുടിച്ച് തീർത്തുകയാണ് മിക്കവാറും. ഇതാമ്മ, ഇതുപുരേ ഉള്ളൂ അമ്മ. 1.5 കിലോ മരിച്ചിനി. 1.5 ഇല്ല, 1 കിലോ ഇട്ടുപുര. മക്കൾക്ക് മരിച്ചിനി വേണോ ഓടി കണ്ണാ? വേണ്ട വേണ്ടേ? എനിക്ക് ഇത്രേ ഉള്ളൂ. കൊള്ളാമോ? തിന്നില്ലേ? മുളക് കഴിച്ചതമ്മ. കൊള്ളൂലേ? ഇത് ഇച്ചിപ്പൂരം മുളക് എടുത്തിട്ട് അടുത്തുപൂരം ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ച് കുഴച്ചാൽ മതി. ഇതിൽ ചെറിയ ഉള്ളിയും കൂടെ നല്ല രുചിയാണ്. ഇത് തന്നെ വിശപ്പ് മാറും അമ്മ. അയ്യോ, ഒരു ആനയെ കിട്ടോ പിടിച്ചു കൊടുക്കാൻ. നിങ്ങളെ മോൻ ഇപ്പൊ പറയാ ആ പിങ്കെ വെട്ടി തിന്നാൻ പറയും. അങ്ങനെയൊക്കെ ഒരു പട്ടി ഇഷ്ടമല്ല. അത് ഇറങ്ങുന്ന ഇതിനെ തന്നെ എപ്പോഴും പറയും 10 ആനയുടെ ചതയുണ്ട്, ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാം. അപ്പഴത്തേക്ക് വിശപ്പ് മാറോ? അപ്പൊ ഇരിക്കാം. വേറെ എന്തെങ്കിലും വേണോ ഇനി? അമ്മേ പറയാൻ പോലെ എന്തൊരു കൊടുക്കാൻ. അയ്യോ, ഇത് മറ്റേ ആ സിനിമയിലോ ജഗതി പറയാൻ കണക്ക്. പാരക്കപ്പം വാങ്ങിച്ചില്ല നിങ്ങളമ്മോൻ. നിങ്ങളമ്മോന് വൈകുന്നു ഓടാന്. മടുത്തൊന്നു. നേരം വെളുത്ത് ഓടി ഓടി തളന്ന് ഇനി എനിക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ വാഴക്കപ്പം വാങ്ങാൻ പറഞ്ഞപ്പോ. എന്ന് വാഴക്കപ്പം തിന്നണല്ലേ? ഇന്നലെ തിന്നാ? മിനിഞ്ഞാന്ന് തിന്നാ? അതിന്റെ തലേ ദിവസം തിന്നാ? എന്നും തിന്നാനല്ല, അതാണ് എന്നും തിന്നണമെന്ന് ചോദിച്ചത്. ഇന്നൊരു ദിവസമല്ലേ മുടങ്ങിയോളൂ. ഈ എന്നും വാഴക്കപ്പം അല്ലെന്നല്ലേ ഉള്ളൂ. ഉഴുന്ന് വടയാണെങ്കിലോ പരിപ്പ് വടയാണെങ്കിലോ ഉള്ളിവട ആണെങ്കിലോ ഒക്കെ കിട്ടന്നെ. ഈ വാഴക്കപ്പം ചോറ് കൊണ്ട് എന്തൊക്കെ എന്തൊരു പറയണ മനസ്സിലായില്ല അമ്മ. നിങ്ങൾക്കേ എന്നും എന്തെങ്കിലും വെച്ചേക്കില്ല. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ഞാൻ പോട്ടാ. അമ്മ വാങ്ങിച്ചില്ലമ്മ. നിങ്ങളെ മോന് വാങ്ങാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞെന്ന്. അത് തന്നെ നിങ്ങളെ മോൻ പറയണ നിങ്ങളെ വയറ്റിൽ കോഴിക്കുഞ്ഞുണ്ടെന്ന്.
എന്റെ പൊന്നപ്പി നിങ്ങളെ ഞാൻ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമമ്മ? വേറെ എല്ലാവരും എന്നെ അടിപൊളി വരണം. അറിയാം, വേറെ വല്ലവരും ആണെങ്കിൽ എന്നെ അടിച്ചു കൊല്ലുമായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പൊ അറിയാം. നീ ആയോണ്ടാണ് ഇതൊക്കെ തന്നത്. എന്നിട്ട് എനിക്ക് വൃത്തിയെ തരുന്നുണ്ടല്ല, പറയണ സമയത്ത് കൊടുത്തില്ലെങ്കിലുള്ള സ്വഭാവമാണ്. രണ്ട് പിള്ളേരെയും കൊണ്ട് ശല്യമില്ല. ഇനി 4 മണിയാകുമ്പോ ചോദിക്കുവോ? 4 മണിയാവും ചോദിച്ചില്ല. സന്ധ്യാകുമ്പോ ചോറ് ഞാൻ പോട്ടാ. ഇനി വലിയ വല്ല കൊണ്ടോടാ. ഇനി വല്ല കൊണ്ടാ നിങ്ങക്ക് ഇവിടം തൊട്ട് തിന്നോ, ഇവിടം വരെ തിന്നോ. തിന്നണില്ലേ? പിന്നെ ഞാൻ എന്ത് ഞാൻ പോണ്. അപ്പം പറ, ചായയും മരിച്ചിനിയൊക്കെ കിട്ടി. പറ, ചായ മരിച്ചിനിയൊക്കെ കിട്ടി. ചായ മരിച്ചിനിയൊക്കെ കിട്ടി. ഇനിയൊന്നും കൂടെ പറ. ചായ മരിച്ചിനിയൊക്കെ കിട്ടി. അയ്യോ, തൊണ്ടയുടെ സൗണ്ടിനോടെ പോയാ. ചായ മരിച്ചിനിയൊക്കെ കിട്ടി. നീ വാടിക്ക് പോകണ്ട. പിന്നെ കൊല്ല്, ഞാൻ മരിക്കട്ട്. എന്റെ പെണ്ണ് ഞാനും എനിക്ക് എരിച്ചക്കണ്ടോ അവള് തന്നോണ്ടിരിക്കും. ഞാൻ തിന്നോണ്ടിരിക്കും. എനിക്ക് വിശക്കുമ്പോ അവള് തന്നോണ്ടിരിക്കും, ഞാൻ തിന്നോണ്ടിരിക്കുമെന്ന്. എന്നെ അടിച്ചു കളഞ്ഞ അത് തന്നെ എവളെ കളയാത്തത്. അതാണ് ഇവളെ കളയാത്ത. ഇവളാകുമ്പോ മുട്ടുമ്പോ തിന്നാൻ തരും. വേറെ വല്ലവരും എനിക്ക് സമ്മതിക്കൂ. എന്തരുന്നേ? ഞാൻ സമ്മതിക്കൂ. കേട്ടില്ല. വേറെ വല്ലവരും എനിക്ക് സമ്മതിക്കൂ. എന്തര് തന്നെ? പക്ഷെ വന്നേ ഇവനെ കണ്ട് കെട്ടിക്കാനുള്ളായിരുന്നു. അതാകുമ്പോ കുറച്ച് കാലം മുന്നേ തിന്നായിരുന്നു. ഇപ്പൊ ഒന്ന് വൈകിയാണ് തിന്നാൻ പറ്റിയ അല്ലേ? അയ്യോ, എനിക്ക് വയ്യേ പൊന്നു ഭഗവാനെ. എന്തൊക്കെ കേട്ടാ ഒരു ദിവസം തീരും. ഹലോ ഗൈസ്, ഞാൻ മുളക് തിന്നുന്നു പറ. ഇപ്പോ എന്റെ കുണ്ടി വരെയുള്ള രോഗം ഞാൻ മാറ്റിയതേ ഉള്ളൂ ഗൈസ്. പറ, ഇനി അടുത്ത് നീ പറ. ഹലോ ഗൈസ്, ഞാൻ കുളിച്ചു. പറ. തുണിയിട്ടിട്ടോ? അവക്ക് അരിയണമെന്നില്ല, നമുക്ക് തുണിയിട്ടിട്ട് വാടാ. ചൂടൂര് വന്ന് പോയി തുണിയിട്ടിട്ടോ. അഴിക്കട്ടാ? പോയിട്ട് ഒരു കാര്യമുണ്ടേ, ഇപ്രാവശ്യം നന്ദപ്പനെ തണ്ണിപ്പറമ്പ് കുത്തിയോട്ടത്തിന് ഇരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇരുത്താം. കഴിഞ്ഞ വർഷം ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു. അന്ന് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്തിരി ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല. ഇപ്രാവശ്യം കുത്തിയോട്ടത്തിന് ഇരുത്തും. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇരുത്തും. അടുത്ത് തന്നെയല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അവന് കുത്തിയോട്ടത്തിന് ഇരുത്തുന്നതേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ മുഴുവൻ അതിനകത്ത് തന്നെ ഇരിക്കും. നമുക്കും അതിനെ കാണാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കൊണ്ടുവന്നങ്ങ് ഇരുത്തും, നമ്മളും കൂടെ പോവും. നമ്മളും എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും അമ്പലത്തില്. എന്തോ ഇപ്രാവശ്യം ദേവീന് അനുഗ്രഹം കൊണ്ടാവാം നമുക്ക് അങ്ങനെ തോന്നി. കറക്റ്റ് സമയത്ത് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് വരികയും ചെയ്തു. അപ്പൊ ഞാൻ കരുതി ഇരുത്താന്ന്. തണ്ണിപ്പറമ്പ്. അയ്യോ, കോഴിക്കുഞ്ഞുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തിന്നണം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിശപ്പുണ്ടോ അമ്മ? അമ്മ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിശപ്പുണ്ടോ? ഭയങ്കര വിശപ്പാ? ആര് പറഞ്ഞ്? ഉച്ചക്ക് ചോറും മീനും മരിച്ചിനിയും തിന്നോ? ചോറും മീനും മരിച്ചിനിയും തിന്നില്ലേ? ചോറ് തിന്നില്ലേ? ആര് പറഞ്ഞു? ഞാനല്ലേ ചോറ് തന്ന അമ്മ? കള്ളം പറയണ എന്തിന്?
അത്തരത്തെ ചോറുന്ന വയറ് വെക്കൂ. എന്റെ അമ്മേ, ശരിയാണ്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ആ കലത്തിരുന്ന് ഒരു കലം ചോറും കൊടുക്കേണ്ടതായിരുന്നു. പൊന്നമ്മച്ചി, നിങ്ങൾ വല്ല ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ വീണ കുടുംബത്തിലെങ്ങാനും പോയി ജനിച്ചിരുന്നെങ്കിൽ ഇവരെന്തിനെയോ എന്തോ. വെറുതെ അല്ല നിങ്ങൾ അമ്മ ഇടക്കിടക്ക് തന്നെന്ന് പറയണേ. ഇതല്ലേ അവസ്ഥ. മരിച്ചിനിയും മുളകും കഴിച്ചു പറ. എന്ന് ചോദിക്കുന്ന ഇപ്പൊ ഹലോ ഗൈസിന്റെ ഭയങ്കര നാണം വന്നു കേട്ടോ. ക്യാമറയിൽ വരാൻ ഭയങ്കര നാണക്കേട്. മക്കൾ ആ പാട്ടൊന്ന് പാടിക്കൊടുക്കടി. ആ കൊണ്ടൊരു വെള്ളിത്താളം ഭാരത്തിൽ പേരഞ്ചു പേടിച്ച് വേണ്ട, നീ ഇവിടെ നിന്ന് പറഞ്ഞ. വേണ്ട വേണ്ട, അവിടെ എടുക്കണ്ട വേണ്ട, എടുക്കണ്ട. ഇവിടെ ഇനി മേളിൽ നമ്മള് ക്യാമറ എടുക്കാൻ പോകും. മൈക്ക് ഇവിടെ ഇരിക്കണം. ഇനി വാ, നല്ലൊരു പാട്ട് പാടിയ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കോ? എങ്കിൽ പിന്നെ ഇവിടെ വാ. പാട്ട് ഏത് പാട്ടെന്നറിയാവൂ? മാനത്ത് വേറൊരു പാട്ട് പാടും. അമ്മ തോക്കുമ്പോ അത് തന്നെ. ഓടി വാ വാ. മാനത്തുള്ള ആദ്യം തൊട്ട് പാടാത്. വാ. അങ്ങനെ അടുത്തൊരു ഗാനമേളയോട് കൂടി എന്റെ കുഞ്ഞിലെ ഒരു ഗാനത്തോടു കൂടി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. തുടങ്ങിക്കോളൂ. പഠിക്കോ. മൈക്ക് ഇവിടെ ഉണ്ട്. പഠിക്കോ. അമ്മ ഇത് ഇവിടെ. ശരി, ഇവിടെ വെച്ചാലേ പാടുള്ളൂ. ഇവിടെ വെച്ച് പഠിക്കും. അമ്മ നക്കുമ്പോ അമ്മരെ നക്കും അമ്മ ചിരിക്കും. അമ്മ നക്കുമ്പോ അമ്മരെ നക്കും അമ്മ ചിരിക്കുമ്പോ കൂടെ നടക്കും. അമ്മ ചാടുമ്പോ കൂടെ അമ്മളോടുമ്പോ കൂടി ഒരു ഓടുന്നത് കാരാണ്. അമ്മരെ നോക്കും അമ്മ ചിരിക്കുമ്പോ കൂടെ നടക്കും. അമ്മ ചാടുമ്പോ കൂടെ ചാടും. ഞാൻ ചാടൂല, പെണ്ണ് ചുമ്മാ സത്യം പറഞ്ഞുണ്ടാകണം. അപ്പൊ ഇന്നത്തോടു കൂടി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ നിറയെ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. എല്ലാരും പറയും ശോഭനെ പ്രൊവോക്കേറ്റ് എന്നൊക്കെ പറയും. നമ്മളിതാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. അല്ലേ നമ്മൾ അടികൾ കൂടും, ഒന്നാവും. അല്ലേ സമ്മതിക്കൂ, അംഗീകരിക്കൂ. അതിനൊരു വാഴക്കപ്പം കൂടെ കൊടുത്താലേ സെറ്റ് ആവുള്ളൂ. ശരിയാ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. ചാറ്റോടമ്മ, ചാറ്റോട്. ടാറ്റ. അയ്യോ, പാത്രം എല്ലാം പോയി. ടാറ്റ.